വന്ന ബന്ധുക്കളുടെ എല്ലാവരുടെയും മുമ്പില് നിങ്ങൾ എന്നെ നാണം കെടുത്തിയില്ലേ? ഗ്രാമവാസികളുടെ മുൻപില് ഒരു തെറ്റുകാരിയായി ഞാൻ ഇനി നിൽക്കേണ്ടി വരില്ലേ? ജാതകം ചേരാത്ത ഒരുത്തിയെ അവരുടെ എല്ലാവരുടെയും മുമ്പില് എങ്ങനെ ഞാൻ ഇനി പരിചയപ്പെടുത്തി കൊടുക്കും? നമ്മുടെ വീട്ടിലെ മരുമകളാവേണ്ടവള് എങ്ങനെയായിരിക്കണമെന്ന് കുട്ടിക്കാലം തൊട്ടേ നിനക്ക് പറഞ്ഞു തരാറില്ലടാ ഞാൻ. എന്നിട്ട് ഇതുപോലൊരു തീരുമാനം എന്തിനാണ് നീ എടുത്തത്? അവനിക്ക് നമ്മുടെ മരുമകളാകാനുള്ള എന്തർഹതയുണ്ടായിട്ടാ നീ താലി കെട്ടിയത്? നിനക്കപ്പോ ബോധമല്ലായിരുന്നോ? ഇവളുടെ വലയിൽ നീ വീണുപോയോ? അത് ഇവളെ കണ്ട് മയങ്ങിപ്പോയോ? അമ്മേ, ആരൊക്കെ ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് ഈശ്വരനല്ല അമ്മേ തീരുമാനിക്കുന്നത്. സ്വന്തം വിധി ഒരു മനുഷ്യനും എഴുതാൻ പറ്റില്ല അമ്മേ. ആ സമയത്ത് ഞാൻ അവനിയെ കല്യാണം കഴിക്കണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചത് അമ്മേ. അതുകൊണ്ട് എനിക്ക് അവളെ താലി കെട്ടേണ്ടി വന്നത്. കൊള്ളാം കൊള്ളാം മോനെ. ചെയ്ത തെറ്റിനെ എത്ര നിസാരമായിട്ടാണ് നീ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ന്യായീകരിക്കൊന്നും അല്ല അച്ഛാ. മിണ്ടിപ്പോകരുത്. ഇനി ഒരക്ഷരം നീ മിണ്ടിക്കഴിഞ്ഞ ഞാൻ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പൊന്നുപോലെ വളർത്തിയതാ നിന്നെ. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നിന്നെ. അതുകൊണ്ടാ നിന്നെ പോലെയുള്ള മക്കള് ഇങ്ങനെ വഞ്ചിക്കുന്നത്. അച്ഛനമ്മമാരുടെ കണ്ണു നിറയ്ക്കാത്തവരെയാ മക്കളെന്ന് പറയുന്നത്. പക്ഷേ നിന്നെ പോലെയുള്ള മക്കളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് എന്നും കണ്ണീരാടാ. ഛീ, നിന്റെ മുഖത്ത് നോക്കുന്നത് തന്നെ വെറുപ്പാ എനിക്ക്. എന്റെ അപ്പനപ്പന്മാരുടെ പേരെന്റെ അനിയൻ നിലനിർത്തും. വംശപാരമ്പര്യമായി വരുന്ന ആചാര സമ്പ്രദായങ്ങളെ എന്റെ അനിയൻ തുടർന്ന് കൊണ്ടുപോകുമെന്നും ഞാൻ ചെയ്ത തെറ്റ് എന്റെ അനിയൻ ആവർത്തിക്കില്ല എന്നും നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയുമായിരുന്നു. ഇപ്പോ കുടുംബത്തെ മുഴുവൻ നീ നാണം കെടുത്തിയില്ലേ? എന്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടില്ലേടാ ഞാൻ. പറ്റാവുന്ന വിധത്തിലെല്ലാം അപേക്ഷിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരുത്തയെ കെട്ടാൻ വേണ്ടിയാണോ നീ ഇത്രയും കാലം കാത്തിരുന്നേ? രാമൻ എന്ന പേര് ഒരുപാട് പേർക്കുണ്ടാകും. അതുകൊണ്ട് മാത്രം എല്ലാവരും സാക്ഷാൽ ശ്രീരാമനാവില്ലല്ലോ. നിന്നെ പോലെ ചിലരും കാണും. നമ്മുടെ അമ്മ എല്ലാവരുടെ അടുത്ത് നിന്നെ കുറിച്ച് ആ രാമൻ പിതാവിന്റെ വാക്ക് സംരക്ഷിക്കുന്നവനാണെങ്കിൽ എന്റെ മകൻ മാതാവിന്റെ വാക്ക് സംരക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. അതിനെ നീ കുഴിയെടുത്ത് അടക്കം ചെയ്തില്ലേടാ. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാത്തതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ നിങ്ങളെ വെറുക്കാൻ മാത്രം ദേഷ്യമോ പകയോ എനിക്ക് നിങ്ങളോട് തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് നിങ്ങളെ കാണുമ്പോ തന്നെ വെറുപ്പ് തോന്നുമോ എനിക്ക്? ഇതിനെല്ലാത്തിനും കാരണം ഈ ആവനിയാ. എന്റെ അനിയത്തി എന്ത് ചെയ്തിട്ടാ? പ്രേമിച്ചവന്റെ പുറകെ നടന്നോ അതോ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചോ? ഇല്ലല്ലോ. എന്റെ അനിയത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നോ? എന്റെ താല് നിങ്ങൾ കണ്ട എന്റെ മരുമകളായി നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ആഗ്രഹം നിറവേറിയില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്ന അത് സത്യമാണെന്ന് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതി. ആ ആഗ്രഹവും നടന്നില്ല. ഓർമ്മ തിരിച്ചു കിട്ടി എന്റെ ഏട്ടൻ സത്യങ്ങൾ പറഞ്ഞാലെങ്കിലും നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോഴും ഞാനൊരു കുറ്റക്കാരിയായി മാറി. എന്തൊരു വിധിയാണല്ലേ എന്റേത്.
ഡാ, ഡാ, രാത്രി നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോ അപ്പൊ ഒന്ന് പറഞ്ഞുകൂടായിരുന്നടാ. കല്യാണത്തിൽ നിന്ന് പിന്മാറിയേനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനം എടുത്തേനെ, എന്തെങ്കിലും ചെയ്തേനെ. കല്യാണ മണ്ഡപത്തിൽ കയറി നിന്ന് താലി കയ്യിലെടുത്ത ശേഷമാണോ ഇതൊക്കെ? ഇതാണോടാ നിന്റെ സംസ്കാരം? എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളെ നാണം കെടുത്താനാണോ ഇങ്ങനെ ചെയ്തത്? ചതിയിലൂടെ ഈ കല്യാണം നടത്താൻ ആഗ്രഹിച്ച നിഹാരികയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ നിഹാരിക അത്ര നല്ല കുട്ടിയൊന്നും അല്ല. മതി, നിർത്ത ശ്രീകർ. നിഹാരികയെ കുറിച്ച് തെറ്റായിട്ടൊരു വാക്ക് നീ ഇനി പറഞ്ഞ ഞാനിത് നോക്കി നിൽക്കില്ല, വിശ്വസിക്കില്ല. ഇനി നീ അവളെ എത്ര വേണേലും കുറ്റപ്പെടുത്തും. താലി കെട്ടിയവളെ പുണ്യാത്മാവാക്കണമെങ്കിലേ താലി കെട്ടാനായി വാക്ക് കൊടുത്ത പെണ്ണിനെ മോശക്കാരിയാക്കിയല്ലേ പറ്റൂ. ഞങ്ങളുടെ മകളെ ഒരുപാട് സ്നേഹിച്ചാ ഞങ്ങൾ വളർത്തിയത്. നിങ്ങളുടെ മകനെ സ്നേഹിച്ചു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. ഇനി എന്റെ നിഹാരികയുടെ അവസ്ഥ എന്താ? ഞങ്ങളുടെ മകളോട് നിങ്ങൾ എങ്ങനെ നീതി കാണിക്കും? സംഭവിച്ചതെല്ലാം കണ്ട് പിടിവിട്ട് നിൽക്കുക ഞാൻ. എന്താ പറയേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല. എന്നെ പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചില്ലേ? ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് ഞാൻ കരുതിയില്ല മോളെ. ഞാൻ സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ ചാകാൻ പോവാ. നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. എന്തൊക്കെയാ മോളെ നീ കാണിക്കുന്നേ? നീ എന്തിനാ മോളെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നേ? ലൈഫ് മുഴുവനും ഒറ്റയടിക്ക് ഇരുട്ടിലായി പോയതുപോലെ തോന്നി. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ മരിച്ച നിങ്ങൾക്ക് എന്താ? മോളെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യല്ല മോളെ. ജാതകം ചേർന്നത് എന്റെ ഭാഗ്യാണെന്നാ ഞാൻ കരുതിയത്. മരുമകളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അച്ഛ, അമ്മ എന്നൊക്കെ ഞാൻ നിങ്ങളെ വിളിച്ചത് മനസ്സിന്റെ ഉള്ളിന്ന്. ഒരൊറ്റയടിക്ക് എല്ലാം ഇല്ലാതാക്കിയില്ലേ? ശ്രീകർ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മോളെ. ഈ സംഭവിച്ചതൊക്കെ വിശ്വസിക്കാൻ പോലും ഞങ്ങൾക്കാവുന്നില്ല. വെറുതെ ഇനി സംസാരിക്കേണ്ട വേദവതി അമ്മേ. ഇന്ന് നമ്മൾ ഇവളെ തടഞ്ഞു വെച്ചാലും നാളെ ഇവൾ ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് എന്തുറപ്പാ ഉള്ളത്? മനസ്സിന് മുറിവേൽക്കുക എന്ന് പറഞ്ഞാ അത്രയ്ക്ക് അപകടകരമാ. ഇനി നിങ്ങൾ എന്റെ മകളോട് എങ്ങനെ നീതി കാണിക്കും? ഞങ്ങളുടെ ബന്ധുക്കളോടെല്ലാം ഇനി ഞങ്ങൾ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ മകൻ ഞങ്ങളെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല.
കുറച്ച് സമയമെടുത്തിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് ആലോചിക്കാം. എന്ന് പരിഹാരം ഉണ്ടാക്കുന്ന ഇത്രയും ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്റെ മകള് കേറി വന്ന പോലെ തന്നെ തിരിച്ചു വരേണ്ടി വരില്ലേ? നിഹാരികയെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കില്ല. മരുമകളുടെ സ്ഥാനത്ത് ആവനെ ഉള്ളപ്പോ നിഹാരികെ പറഞ്ഞു വിടാതെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഇതെന്റെ മാത്രം കുടുംബ പ്രശ്നം. ഇതിൽ നിനക്ക് ഒരു ബന്ധമില്ല. ബന്ധമില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണോ? സുജാത ചേച്ചി, ഇപ്പൊ ചേച്ചി ഒന്നും പറയണ്ട പ്ലീസ്. ഇതിനൊരു പരിഹാരം ഇപ്പോഴൊന്നും കിട്ടില്ല ചേച്ചി. എന്തായാലും കുറച്ച് സമയം എടുക്കും. നോക്കുമോളെ, നീ എന്റെ വീട് വിട്ടിറങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞങ്ങൾ നിന്നെ അങ്ങനെ വിടില്ല. ഇത്രയും നാളത്തെ പോലെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ കൂടെ തന്നെ വേണം. ഗൗതമി കേൾക്ക്, നിങ്ങളുടെ മകളുടെ ഉത്തരവാദിത്തം എനിക്കാ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നിഹാരികയുടെ ജീവിതത്തിന് ഒരു നഷ്ടം ഉണ്ടാവില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം ഗൗതമി. എന്നെയൊന്ന് വിശ്വസിക്ക. അമ്മ എങ്ങനെ നീതി കാണിക്കുമെന്ന് അവരോട് പറയുന്നമ്മേ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ എല്ലാവരെയും ചതിച്ചവരാണ്. ഈ വീട്ടിലെ വഞ്ചകർക്ക് ആരോടും ചോദ്യം ചെയ്യാനുള്ള അർഹതയില്ല. നിങ്ങൾ ഞങ്ങളോട് ഇനി സംസാരിക്കരുത്. ഞങ്ങളുടെ മുമ്പിൽ പോലും കാണരുത്. സ്നേഹവും മര്യാദയും ബഹുമാനവും ഇതൊന്നും ഇനി നിങ്ങളോടില്ല. നിഹാരിക, നീ വാ മോളെ. ശ്രീകരൻ അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്നുള്ള സത്യം നീ എന്താ അവനെ എന്നോട് പറയാതിരുന്നത്? ഞങ്ങൾ ആഗ്രഹിച്ചത് ആഗ്രഹിച്ച പോലെ നടക്കുന്നവരെ ആരോടും പറയണ്ടെന്ന് കരുതിയതാ ചേച്ചി. എന്താന്ന് വെച്ചാ ലാവണ്യം കൂട്ടരും അറിഞ്ഞു കഴിഞ്ഞാ അതൊരവസരമായി കണ്ട് നിഹാരികയുടെ ഒപ്പം ചേർന്ന് വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തേനെ. അതുകൊണ്ടാ സമയാകുമ്പോ പറയാമെന്ന് കരുതിയത്. ഞാൻ അങ്ങനെ ചെയ്തതിന് അച്ഛനും അമ്മയും പിന്നെ എന്റെ വീട്ടുകാരും എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് കാണും. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ആവനി എന്റെ കുടുംബത്തിന്റെ തല ഉയർത്തിപ്പിടിച്ചിരിക്കും ചേച്ചി. ഞാൻ ധൈര്യത്തോടെ അത്ര വിശ്വാസത്തോടെ നിന്നതിന് കാരണം ഇതാ ചേച്ചി. എന്തായാലും എന്താ, ഒരുപാട് കാലത്തിന് ശേഷം എന്റെ അനിയത്തിക്ക് ശരിയായിട്ടുള്ള നീതി കിട്ടി. ഇനി വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തി ഒന്ന് പറഞ്ഞ് രണ്ടിന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്താവില്ല. മുമ്പുണ്ടായതുപോലെ ഇനി കാണുന്നവരെല്ലാം നിന്നെ പിടിച്ച് പുറത്താക്കില്ല. നിന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ 10 തവണയെങ്കിലും ആലോചിക്കേണ്ടി വരും. അവനി കഴിഞ്ഞു പോയതൊന്നും ആലോചിക്കേണ്ട. പുതിയൊരു ജീവിതം ഇപ്പൊ മുമ്പില്. അമ്മാവനും അമ്മായിക്ക് നല്ല വിഷമം കാണും. അവരെന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യം വേണ്ട. മറ്റുള്ളവര് നിന്നോട് എന്തെങ്കിലും പറഞ്ഞ നിന്റെ കൈ കൊണ്ടോ ചെരുപ്പ് കൊണ്ടോ ആയിരിക്കണം നീ മറുപടി പറയേണ്ടത്. നിന്റെ അവകാശങ്ങളും നിന്റെ അർഹതയും ഓർമ്മ വേണം. നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അത്രയും വലിയ നന്മ വലിയ അപകടമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നീ അത് മനസ്സിൽ വെച്ച് വേണം ജീവിക്കാൻ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സത്യം എല്ലാവരും അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും എന്നോട് ദേഷ്യം തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല. എത്രയും പെട്ടെന്ന് അവര് മനസ്സിലാക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ശരി, ഞാനെന്നാ പോവാൻ നോക്കട്ടെ. ശരി ചേച്ചി. ഏട്ടാ, വികാസിന് ഒരു ക്ലാരിറ്റി കൊടുക്കണം. വാ ഏട്ടാ. നീ വാ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അതെന്താന്ന് വെച്ചാ ഞാനും ശ്രീകരൻ. സുജാത,
അടുത്ത മാസം 9-ാം തീയതി രാത്രി 9 മണിക്ക് ആവണിയുടെയും വികാസിന്റെയും കല്യാണം. നാളെ എന്റെ ഏട്ടന്റെയും നിഹാരികയുടെയും കല്യാണം ആയതുകൊണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. ഞാൻ കല്യാണം കഴിച്ചത് ഈ ആവനിയെയാ. ആവനിയാണ് എന്റെ ഭാര്യ. ആവനീനെ കെട്ടിയിട്ട് എന്നിട്ട് ദുബായിലേക്ക് കൊണ്ടുപോകും. എന്തൊക്കെ വീമ്പിളക്കലായിരുന്നു. ആവനി ഒന്ന് കെട്ടിയതാണെന്നും ആ കെട്ടിയത് ശ്രീകറാണെന്നും നേരിട്ട് കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്ന കണ്ടില്ലേ? വികാസ് നോക്കൂ, 1 മണിക്കൂർ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ അല്ലേ? നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ ആ നിഹാരികയെ കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ചോ. നിഹാരികയെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നീ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. കല്യാണം കഴിച്ച് അവളെയും കൊണ്ട് നീ പൊക്കോ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വാങ്ങിച്ചോളൂ. വാങ്ങിക്കേ. എന്താ ഇത്? ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. കണ്ടില്ലേ? ഷോക്കായില്ലേ? എന്നെയും എന്റെ ഭർത്താവിനെയും ഒരു 100 നിഹാരികമാരും 1000കണക്കിന് വികാസുമാര് വന്നാലും വേർപെടുത്താൻ കഴിയില്ല. വികാസ്, ആ ഫ്രെയിം നീ വീട്ടിൽ വെച്ചോ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കാനേ നിനക്കിതൊരു ഗുണപാഠമായിരിക്കും. വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതാ. ആവനിയുടെ കാര്യത്തില് നിനക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിലും പക്ഷെ എനിക്കുണ്ടായിരുന്നു. 1 മണിക്കൂറെന്നും പറഞ്ഞ് ആവനിയുടെ ചുറ്റിനും നടന്നു. ആവനി പറഞ്ഞത് നിങ്ങളുടെ കല്യാണത്തിന് 1 മണിക്കൂറുണ്ടെന്നല്ല. അമ്പലത്തിൽ നിന്നൊരു മണിയടിച്ചപ്പോ ശ്രീകരനുള്ള ഓർമ്മ തിരിച്ചു കിട്ടിയെന്നാ. നീയാണെങ്കിൽ അത് പൊട്ടനെ പോലെ വിശ്വസിക്കുകയും ചെയ്തു. എന്റെ അവണിയെ നീ സ്വന്തമാക്കിയത് എനിക്ക് പിടിച്ചിട്ടില്ല. വിടില്ല അവണി, നിന്നെ ഞാൻ വിടില്ല. എന്റെ എല്ലാ പ്രതീക്ഷകളും എന്റെ ചെറിയ മകനിലായിരുന്നു ഞാൻ വച്ചത്. ഞങ്ങളുടെ പൂർവികരിൽ നിന്നും കിട്ടിയ ആചാര സമ്പ്രദായങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന മരുമകളെ എന്റെ വീട്ടിലേക്ക് അവൻ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതി. മൂത്ത മകനെ പോലെ എന്റെ ഇളയ മകനും കൂടി തന്ന വാക്ക് തെറ്റിച്ചു. നടന്നതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. നാളെ ഞങ്ങൾ എന്റെ ഗ്രാമത്തിലേക്ക് പോകുമ്പോ എന്റെ കുടുംബത്തിന്റെ മേൽ ഒരുപാട് പ്രതീക്ഷകൾ വച്ച ആ ജനങ്ങളോട് അവർക്കൊക്കെ ഞാൻ ഇനി എന്ത് മറുപടി കൊടുക്കും? അവരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? ജാതകം ചേരാത്തൊരു പെൺകുട്ടിയെ കൊണ്ട് പൂജകൾ എങ്ങനെ നടത്തുമെന്നും
ഇനി എങ്ങനെ പ്രസാദം തയ്യാറാക്കുമെന്നും അവര് ചോദിച്ച കുറ്റക്കാരിയായി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയില്ല. എന്തിനാ എന്നോടിങ്ങനെ ചെയ്തത് അമ്മേ? എന്തിനാ ഇങ്ങനൊരു ജാതകത്തിലുള്ളവളെ നീ കൊണ്ടുവന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയെല്ലാം നിന്നെ ഏൽപ്പിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ ചേട്ടാ? നമ്മുടെ കുലഗുരുവിന്റെ അടുത്തേക്ക് നിഹാരികയുടെ ജാതകം കൊണ്ടുപോയപ്പോ അവൾ ഇവിടുത്തെ മരുമകളാകൂവെന്ന് പറഞ്ഞു. എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നിഹാരി അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ മരുമകളാകാതെ പോയത്. ഇതിന്റെ പരിണതഫലം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സംഭവിച്ചത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിഹാരികയുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കണം. ഇനി നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്?